അടിപൊളി ഒരു ഉണങ്ങിയ മാങ്ങ അച്ചാർ ഇടാണെന്ത്. അതിലേക്കായിട്ട് 1/2 കിലോ വെളിച്ചെണ്ണയിൽ നമ്മുടെ വെളുത്തുള്ളി 1/2 കിലോ തൊലി കളഞ്ഞ് മിക്സിയിൽ അരച്ചെടുത്തതും, അതിലേക്ക് കടുകിൻ്റെ പരിപ്പ് പൊടിച്ചതും കൂട്ടി നല്ല പോലെ വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചതിൻ്റെ ശേഷം നമുക്കതിൽ മുളകും പൊടി ഇട്ട് നല്ല പോലെ വഴറ്റിയെടുത്തതിൻ്റെ ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ അതിലേക്ക്. അത് കഴിഞ്ഞ് ഇതിലേക്ക് ഇതാണ് മാങ്ങ നല്ല പോലെ കഴുകി ഉണക്കി വെച്ചതാണ് കേട്ടോ. നല്ല പോലെ കഴുകി ഉണക്കി ഇതിലേക്ക് നമ്മുടെ വിനാഗിരി ചൂടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് നേരം ഇട്ട് നല്ല പോലെ ഉണങ്ങിയ മാങ്ങ കേട്ടോ. ഒത്തിരി നേരം ഒന്ന് ചൂടാക്കണം. അതിലേക്ക് ഉപ്പ്, നല്ല പോലെ അരക്കിടണം. ഉലുവയും കായും പൊടിച്ചതും എല്ലാം കൂടി മിക്സ് ചെയ്തണം കേട്ടോ. നമ്മൾ ഒരിക്കലും അച്ചാറിൻ്റെ പൊടി വാങ്ങിക്കേണ്ടതിൻ്റെ ആവശ്യമില്ല കേട്ടോ. ഇതിലേക്ക് നമ്മൾ നല്ല പോലെ ഉലുവയും കായും വറുത്ത് പൊടിച്ചിട്ട് മാത്രമേ ഇട്ടിട്ടുള്ളൂ. അല്ലെങ്കിൽ നല്ല പോലെ വെളുത്തുള്ളി അരച്ച് പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് ഇടച്ച അച്ചാർ നല്ല സൂപ്പറായിരിക്കും കേട്ടോ. അല്ലെങ്കിൽ കടുക് പരിപ്പ് പൊടിച്ചതും കൂടിയിട്ട് നല്ല പോലെ ഇളക്കിയെടുക്കുക. വിനാഗിരി ചേർത്ത് തരി ചേർക്കാത്ത ഒരു അച്ചാറിന് കേട്ടോ. എത്ര നാളം വേണമെങ്കിലും ഇരിക്കും. നമുക്കിതേപോലെ അച്ചാർ മഴക്കാലത്തെല്ലാം ഉണ്ടാക്കണം. ഇതേപോലെ ഉണക്കി വയ്ക്കുക വെച്ചാൽ അച്ചാർ സൂപ്പറായിട്ട് ഉണ്ടാക്കാം കേട്ടോ. ഇതിലേക്ക് വെളിച്ചെണ്ണ മാത്രം ചേർത്തിട്ടുള്ളൂ കേട്ടോ. സൂപ്പറായിട്ട് കുറച്ച് നേരം ഒന്ന് വഴറ്റി തയ്ക്കുന്ന അടിപൊളി ഒരു അച്ചാറാണ് കേട്ടോ. സൂപ്പർ അച്ചാറാണ് ഇത്. നല്ല ചില്ലുകുപ്പിയിൽ അടച്ച് വെക്കുകയെന്ന് വെച്ചാൽ എത്ര കാലം വേണമെങ്കിലും ഇരിക്കും. ഒരു തരി വെള്ളത്തിൻ്റെ അംശമില്ല കേട്ടോ. സൂപ്പറല്ല. നല്ല മണം വരില്ല.